ഹായ് സോൾസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടി എഫ് എവേക്കൺ ആയി എന്ന് എങ്ങനെയാണ് ടി എഫ് റണ്ണർ എവേക്കൺ ആയി എന്ന് എങ്ങനെയാണ് ചേസർക്ക് മനസ്സിലാക്കാൻ പറ്റുക. ആദ്യം നമ്മൾ ഹാർട്ട് ചക്രയിൽ നല്ലൊരു ഫീൽ ചെയ്യും. ലൈക്ക് നമുക്ക് ഭയങ്കര പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഭയങ്കര ഒരു റിലാക്സും ഭയങ്കര ഒരു പീസും പ്രത്യേകതരം സ്നേഹവും നമ്മൾ ഫീൽ ചെയ്യും. ഹാർട്ട് ചക്ര ഭയങ്കരമായിട്ട് ഓപ്പൺ ആവുന്ന ഇത് ഫീൽ ചെയ്യും. ഹാർട്ട് ചക്ര ഭയങ്കരമായിട്ട് ആ ഒരു മുറിവുകളൊക്കെ മാറി നമ്മൾ ഭയങ്കര റിലാക്സ്ഡ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബബിൾ ഫേസിലൊക്കെ ഉള്ള സമയത്ത് ആ ഒരു സ്നേഹമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടി എഫ് എവേക്കൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു സൈനാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ 1111, 144, 444 അങ്ങനെ കുറേ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിലും അതും ഒരു സൈനായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു റിലാക്സേഷൻ, ദാറ്റ് മീൻസ് ഒരു ഇന്നർ യൂണിയൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ ഇന്നർ യൂണിയൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടി എഫ് അവിടെ അവേക്കൺ ആയിക്കൊണ്ടിരിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ചില സമയത്ത് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജസ് വരാം. അങ്ങനെ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലെ, ഇപ്പം നമ്മൾ അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ മെസ്സേജ് വരെയോ അല്ലെങ്കിൽ കോൾ വരെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതും ഒരു ഇതിൻ്റെ ഒരു സൈനായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. പിന്നെ നമുക്ക് ഡ്രീംസ്, സ്വപ്നങ്ങൾ ഭയങ്കര സൂപ്പർ റിയൽ ഡ്രീംസ് എന്നൊക്കെ പറയില്ല. കാരണം സ്വപ്നമാണെങ്കിൽ പോലും ശരിക്കും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതും ഒരു സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ ഫീൽ ചെയ്യും. ലൈക്ക് ശരിക്കും അവർ ആ ഒരു സ്വപ്നത്തിൽ നിങ്ങളെ അവർ ഹഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാലും നിങ്ങൾക്ക് ശരിക്കും ആ ടച്ചിൻ്റെ ആ ഒരു സ്പർശത്തിൻ്റെ ഫീലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർ അവേക്കൺ ആയിക്കൊണ്ടിരിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഭയങ്കരമായിട്ടൊരു മേ ബി നിങ്ങൾ വളരെ ഒരു ബിഗ് അല്ലെങ്കിൽ ഒരു ലോങ് സെപ്പറേഷനോ നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ അല്ലെങ്കിൽ അവർ തന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ പണ്ടത്തെ ഏതോ ഫോട്ടോ ഒക്കെ പെട്ടെന്ന് വരിക, അതൊക്കെ അവരുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ അവർക്ക് മാറ്റങ്ങൾ വരുന്നു, എവേക്കണിങ് നടക്കുന്നു എന്ന് യൂണിവേഴ്സ് നമുക്ക് അറിയിച്ചു തരുന്നതാണ്. പ്രത്യേകതരം ബട്ടർഫ്ലൈസൊക്കെ വരിക, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവരെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഇന്ന് വരെ ഇല്ലാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് വരിക, അങ്ങനെ ഒരു മീൻസ് അങ്ങനെ പല കാര്യങ്ങൾ അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുകയും നമുക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു ഭയങ്കര അൺകണ്ടീഷണൽ ലവ് അവരോട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മളോടും ഒരു സെൽഫ് ലവ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടി എഫ് അവേക്കണിങ്ങിലൂടെ കടന്നു പോവുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊരു പെട്ടെന്ന് വൈറ്റ് ലൈറ്റൊക്കെ ഫീൽ ചെയ്യാം. കണ്ണടച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ അവരിങ്ങനെ വന്നിരിക്കുന്ന പോലെ നിങ്ങൾ തമ്മിലൊരു എനർജി എനർജി ഇങ്ങനെ പാസ് ചെയ്യുന്ന പോലെ. ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻസ്, ഡ്രീംസ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് റെക്കറൻ്റായിട്ട് വരും. അത് ആ ഒരു ഡ്രീംസ് എന്ന് പറയുന്നത് അവരെ കാണുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഡ്രീംസ് ആയിരിക്കും. നിങ്ങൾ തമ്മിൽ എൻജോയ് ചെയ്യുന്നതും ഡ്രൈവ് പോകുന്നതും അല്ലെങ്കിൽ ആ ഒരു കോൺവേഴ്സേഷൻസും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ടി എഫ് അവേക്കൺ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കുഞ്ഞു വീഡിയോ ആണ്. പിന്നെ നമ്മളിവിടെ ടാരോൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 1 to 5 ആണ് ടാരോ കോഴ്സ് എന്ന് പറയുന്നത്. 5 days ഗൂഗിൾ മീറ്റ് ആയിരിക്കും. പ്ലസ് ടെലഗ്രാമിൽ ക്ലാസ്സസ് പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ടാരോൻ്റെ പ്രാക്ടീസ് സെഷൻസും കൂടി ഉണ്ടായിരിക്കും. നിങ്ങൾ ഇവിടുന്ന് പഠിച്ചു വരുമ്പോൾ ഒരു നല്ലൊരു കോൺഫിഡൻറ്റ് ടാരോ റീഡർ ആയിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. എല്ലാ കാര്യങ്ങളും അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കാർഡ്സ് എങ്ങനെ വാങ്ങണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ലൈക്ക് നോർമലി ഒരു കാർഡ് പഠിച്ച് പോകുന്ന രീതിയിലായിരിക്കില്ല. നിങ്ങൾക്ക് നല്ല ഹീലിംഗ് കൂടി അതിലൂടെ കിട്ടുന്നുണ്ടായിരിക്കും. ലൈക്ക് നമുക്കൊരു കാർഡ്സിൻ്റെ ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയായിരിക്കും പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അല്ലാതെ കാർഡ്സ് ഇതാണ്, ഇത് വന്നാൽ ഇത് തന്നെ, അങ്ങനെ മാത്രമല്ല അവിടെ വരുന്ന ഡൗൺലോഡ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ്സസ് വിൽ ബി വർത്ത് ആയിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഹോമിലൊക്കെ അല്ലെങ്കിൽ ഓരോ ചാനൽസിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഒന്നുകൂടി ഞാൻ റിഫർ ചെയ്യുന്നത് എന്താണ്, മെഡിറ്റേഷൻസും കാര്യങ്ങളും ചെയ്യുന്നവർ, കുറച്ച് സ്പിരിച്വൽ ജേർണിയിൽ കൂടെ പോകുന്നവർക്കാണ് ഈ ടാരോ റീഡിങ് പഠിച്ചിട്ട് കാര്യമുള്ളൂ. ബിസിനസ് പർപ്പസിനായിട്ടാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ദയവ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യരുത്. അങ്ങനെയല്ല, ഒരു സോൾ പർപ്പസ് എന്ന രീതിയിലാണ് ഈ ഒരു ടാരോ റീഡിങ് പഠിക്കുന്നത്. പിന്നെ പഠിച്ചതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് അത് നിങ്ങൾക്ക് സെൽഫ് ഹീലിങ്ങിനായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് റീഡ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ടും ഫർദറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കാരണം ഡിവൈൻ ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എനർജി കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ.
അതുപോലെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് പോകാൻ 7 ഡേയ്സിൻ്റെ ഹീലിങ്സ് ആയിരിക്കും. നല്ല രീതിയിൽ ഇന്നർ ചൈൽഡ് ഹീലിങ്ങും അതുപോലെ പല പല ടെക്നിക്സും നമ്മളതിൽ 7 ഡേയ്സിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മെഡിറ്റേഷൻസ് തരും, കൂടെ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഹീലിങ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ടാരോ റീഡിങ്, അതുപോലെ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിലാണെങ്കിൽ, ഭയങ്കരമായിട്ട് സ്റ്റക്കാണ്, നിങ്ങൾക്ക് ഒരു രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ടാരോ റീഡിങ് എടുക്കുക. അതിന് നിങ്ങൾ അയ്യോ എൻ്റെ പൈസ പോവും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഒരു മണി എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം. അത് പോയി വരുമ്പോഴാണ് അതിൻ്റെ സർക്കിൾസ് നിൽക്കുക. അല്ലെങ്കിൽ എടുത്തു വയ്ക്കുമ്പോൾ ഒരിക്കലും സ്റ്റക്ക് എനർജിയിലാണ് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോവുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ട്വിൻ ഫ്ലെയിം കൺഫർമേഷൻസും ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നത് ട്വിൻ ഫ്ലെയിം ജേണിയിലാണോ എന്ന് കൺഫേം നിങ്ങൾ തന്നെ സ്വയം കൺഫേം ചെയ്യുക. കാരണം നമുക്ക് സ്പിരിച്വൽ ജേണിയാണ് ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാവരും കടന്നു പോകുന്നത്. കാരണം നിങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പല സിറ്റുവേഷൻസും തരുന്നത്. അപ്പോൾ എല്ലാവരും ട്വിൻ ഫ്ലെയിം ആയിരിക്കില്ല. എന്നാൽ കരുതി എല്ലാവർക്കും അവരെ മറുപാതി ഉണ്ടായിരിക്കും. അത് ഈ ഒരു ജന്മത്തിൽ തന്നെ ആവണമെന്നും നിർബന്ധമില്ല. മേ ബി നെക്സ്റ്റ് ഇയറോ അതിൻ്റെ നെക്സ്റ്റ് ഇയറോ ഒക്കെ ആയിരിക്കാം. നിങ്ങളുടെ സോൾ കോൺട്രാക്ട് അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണി ഇപ്പോൾ അത്രയും വാസ്റ്റായിട്ട് എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ച് ഞാൻ എൻ്റെ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് കരുതി ഇരിക്കരുത്. മേ ബി അവർ കാർമിക്കോ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ്സോ ഒക്കെ ആയിരിക്കാം. നിങ്ങളുടെ ഭാവിയിലായിരിക്കും ഇനി നല്ലൊരു പേഴ്സൺസ് വരാൻ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫ് മൂവ് ചെയ്ത് കൊണ്ടുപോകാം. പ്രാക്ടീസ് സെൽഫ് ലവ് ആൻഡ് ഫോർഗീവ്നെസ്. ആരാണോ കാണുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും സെൽഫ് ലവും ഫോർഗീവ്നെസ്സും പ്രാക്ടീസ് ചെയ്യാം. മെയിനായിട്ട് ഇന്നർ ചൈൽഡ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ഉള്ളിലത്തെ കുറേ ബ്ലോക്കുകളാണ് നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്ക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു.